കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ കെ രാധാകൃഷ്ണൻ അവിടെ ആ സമരവേദിയിലേക്ക് കടന്ന് എല്ലാം ശ്രമിക്കുമ്പോൾ തടയുന്നു, അവിടെ എം എ ബേബി പ്രശ്നം ഉണ്ടാക്കുന്നു പോലീസുമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു പോലീസ് എങ്ങനെയാണ് ഒരു MP ഒക്കെ അല്ലേ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് നമ്മൾ കരുതി. ഇന്നിപ്പോൾ വന്ന് നിൽക്കുമ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിനെ തന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക്. നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ഈ 10-22 ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഈ വിഷയത്തെ പിന്തുണച്ചിടാത്തവരാണ് ഇന്ന് അറസ്റ്റിലായ കോൺഗ്രസ് നേതാക്കൾ എല്ലാം എന്നുള്ളത് ഇത്തരുണത്തിൽ ഓർത്തു പോകണം. പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കന്മാർ ഒരക്ഷരം ഇതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല, ഈ കാര്യത്തിൽ ഒരു പിന്തുണ കൊടുത്തിട്ടില്ല. ഇന്നലെ പുറത്തു വന്ന വാർത്ത ജയറാം രമേശ് ഇത് BJP പിന്തുണയോടെയുള്ളതാണ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയും അവശേഷിക്കുകയാണ്. കാരണം അങ്ങനെയാണ് ഇവരുടെ ചിന്ത പൊതുവേ പോവുക. അതിന് കാരണം എന്താ? രാഹുൽ ഗാന്ധി തന്നെ കരുതിയിരിക്കുന്നത് എന്താണ്? സമരമൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല എന്നുള്ള തോന്നൽ പ്രകാശിപ്പിക്കുകയും അത് നാട്ടുകാരോട് വിളിച്ച് പറയുകയും അത് ഇന്ത്യ മുന്നണിയെ തന്നെ തകർക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്നതിലേക്ക് നിഷ്ക്രിയമാക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ. അങ്ങനെ ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു ബോംബ് പൊട്ടിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം വിദേശയാത്ര പോയത്. പിന്നെ 10-20 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ സമരം നടക്കുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ആരോ ഒന്നുകിൽ അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആരെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഖാർഗെയുടെ വസതിയിലേക്ക് നേതാക്കന്മാരെ എല്ലാം വിളിപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിമാരെ അടക്കം ഖാർഗെയുടെ വസതിയിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം നേരെ ഇന്ന് സമരരംഗത്തേക്ക് കടന്നു. ഇപ്പം വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ വിദ്യാർത്ഥികളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് പ്രതിപക്ഷമെന്ന്. അങ്ങനെയൊന്നും കരുതേണ്ടതില്ല. പ്രതിപക്ഷം ഈ സമരം ചെയ്യാനായിട്ടുള്ള ആർജവം പ്രതിപക്ഷത്തെ ഏറ്റവും സുപ്രധാന പാർട്ടി കാണിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലായിരിക്കണം ഈ ദിവസം കടന്നു പോകേണ്ടതെന്നാണ്. കാരണം ഇന്നലെ ആ മട്ടിലുള്ള അതിക്രമമാണ് നടന്നത്. അത് കണ്ടപ്പോൾ ഈ സാഹചര്യങ്ങളുടെ ഒരു സ്ഥിതി എന്താണെന്ന് ഇന്നൊരു ദിവസം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ ഇത് BJP പിന്തുണയ്ക്കുന്ന സമരമാണെന്നായിരുന്നു ഇവരുടെ തോന്നൽ. പിന്നെ ഈ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതിൻ്റെ ഒരു പ്രശ്നം പറയാം. ഈ അണ്ണാ ഹസാരെ സമരം നടത്തുന്ന സമയത്ത് എല്ലാ നിർലോഭമായ പിന്തുണ BJPയുടേതും അവിടെ മറ്റു പാർട്ടികളുടേതും മറ്റെല്ലാവരുടെയും പിന്തുണ അവിടെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ അതിനോടുള്ള സമീപനം നമ്മൾ കണ്ടതാണ്. ആ സമരവുമായി ഈ സമരത്തിൻ്റെ ഒരു വ്യത്യാസം എത്ര വലുതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. എത്രയോ ന്യായമായ ഒരാവശ്യം. അണ്ണാ ഹസാരെ അന്ന് സമരം ചെയ്ത വിഷയങ്ങളിലൊന്നും പിന്നീടൊരു തെളിവ് കണ്ടെത്താനോ നടപടിയിലേക്ക് പോകാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർക്കണം, BJP ഭരിച്ചിട്ടും. ഇവിടെ നേരിട്ട് നമുക്ക് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട ഒരു വലിയ അനീതി ചോദ്യം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ലളിതമായി പരിഹരിക്കാവുന്ന ഒന്ന്. അതിൽ അഭിജിത് ദീപ്കെ എന്ന് പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ഒരു വാർത്താസമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്നത് ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൊക്കെയാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്, ഈ നിങ്ങൾ കമ്പനിയിൽ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നിങ്ങളെ പിരിച്ചുവിടും. അതെന്തിനാണ്? ബാക്കി ജീവനക്കാർക്കൊരു ഭയം വേണം, മര്യാദയ്ക്ക് പണിയെടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതല്ലല്ലോ ലക്ഷ്യം. മര്യാദയ്ക്ക് ഈ പണി എടുത്തില്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യും, ജനം ചോദ്യം ചെയ്യും, ചിലപ്പോൾ പണി പോകും എന്നുള്ള ബോധ്യം ഈ ഭരിക്കുന്നവർക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് വിശദീകരിച്ചു. അപ്പോൾ അങ്ങനെ ആ മട്ടിൽ നോക്കിയാൽ വളരെ നിസ്സാരമായ ഒരാവശ്യം, ലളിതമായ ഒരാവശ്യം എന്ന് വേണമെങ്കിൽ ഒരു സർക്കാരിന് വിലയിരുത്താം. കാരണം സോളിഡായ കാരണമുണ്ട് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ, ഈ സമരക്കാർക്ക്. ആ കാരണത്തെ ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ നിസ്സാരമായി തള്ളിക്കളയുക എന്ന് മാത്രമല്ല, ഇവരെ ക്രൂരമായി അടിച്ചമർത്താൻ നോക്കുക. ഇത് തീരുമാനമാണ്. അതായത് ഡൽഹി പോലീസിൻ്റെ, ഡൽഹി ആഭ്യന്തര വകുപ്പിൻ്റെ ഒക്കെ ചുമതല ഡൽഹി ആരുടെ നിയന്ത്രണത്തിലാണ്? അത് BJPയുടെ നിയന്ത്രണത്തിലാണ് രണ്ടർത്ഥത്തിലും, സംസ്ഥാനം നോക്കിയാലും കേന്ദ്രം നോക്കിയാലും. അപ്പോൾ ഇതിൻ്റെ ആ ഉത്തരവാദിത്വം കൂടി ഏൽക്കേണ്ടതുണ്ട്. ഇനി നാളെ മുതൽ ഈ സമരത്തിൻ്റെ ഗതി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവിനെ അടക്കം വലിച്ചഴിച്ച് കൊണ്ടുപോയി മുഖത്ത് മുറിവേൽപ്പിച്ച് കൊണ്ടുവന്നു. ഈ മുറിവേൽപ്പിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന പോലീസുകാരൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ അതിനകത്തുനിന്ന് തന്നെ പുറത്തു വന്നല്ലോ. അയാൾക്ക് നെയിം പ്ലേറ്റ് ഇല്ല. ഏത് പ്രതിപക്ഷ നേതാവിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന പോലീസുകാരൻ നെയിം പ്ലേറ്റ് ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അരാജകത്വമാണിത്. അതായത് ഒരു മികച്ച ഭരണാധികാരി, മികച്ച ഭരണ സംവിധാനം അല്ല നിലനിൽക്കുന്നത് എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് ഇന്ത്യക്ക് വെളിയിലും ആ മട്ടിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത്